ചാനലുകളുടെ മതേതര മുഖവും നല്ല വ്യക്തിത്വവുമായ കുടുംബത്ത് കയറ്റാൻ കൊള്ളുന്ന ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന മാധ്യമ പ്രവർത്തകനാണ് അരുൺ കുമാർ. പുള്ളിക്ക് ചിലപ്പോൾ മസാല ദോശ തിന്നുമ്പോൾ ഭരണഘടന രണ്ടടി പുറകോട്ട് നടക്കുന്ന പോലെയൊക്കെ തോന്നും. പുള്ളിയുടെ ഒരു ചോദ്യമാണ്, ഇത്രയും കാലം യുദ്ധം കൊണ്ട് എന്ത് നേടി എന്നത്. എന്താ നേടിയത്? സ്വാഭിമാനം നേടി. സ്വന്തം രാജ്യത്തെ ജനങ്ങളെ ഇതുപോലെ ചെറ്റകളായ തീവ്രവാദികൾ ആക്രമിച്ചാൽ അവന് തിരിച്ചടി കൊടുക്കാൻ ഇവിടെ ഒരു ഭരണാധികാരി ഉണ്ടെന്നുള്ള ആത്മവിശ്വാസം നേടി. സ്വന്തം ജനതയെ ഒരു ഭീകരവാദികൾക്കും വിട്ടുകൊടുക്കാത്ത ഒരു ഭരണാധികാരി ഉണ്ട് എന്നുള്ള ആത്മാഭിമാനം നേടി. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മൾ നേടിയതാണ്. നമ്മളെ കയറി ആക്രമിച്ചിട്ട് പാകിസ്ഥാനിലോ ഖത്തറിലോ ലിബിയയിലോ സിറിയയിലോ പലസ്തീനിലോ എത്ര കിലോമീറ്റർ ഉള്ളിൽ ഒളിച്ചിരുന്നാലും അവരെ തേടി പിടിച്ചു കൊല്ലുന്ന ഒരു ഭരണാധികാരി നമുക്കുണ്ട് എന്ന് ഒരു ജനതയ്ക്ക് ആത്മവിശ്വാസം ലഭിച്ചു. അത് തന്നെയാണ് ഇതിൽ നിന്നും കിട്ടിയത്. കാണിക്കാവുന്ന തന്തയില്ലായ്മയും പോക്കൃത്തരവും മുഴുവൻ കാണിച്ചിട്ട് അയ്യോ നമ്മളെ തല്ലുന്നേ, അയ്യോ നമ്മളെ തല്ലുന്നേ, അയ്യോ ഞങ്ങളുടെ കുട്ടികളെ തല്ലുന്നേ, അയ്യോ ഞങ്ങളെ സ്ത്രീകളെ തല്ലുന്നേ എന്ന് പറഞ്ഞ് ചുമ്മാ കിടന്ന് കരയുന്നത് ഗ്രെറ്റ തുൻബർഗും നമ്മുടെ നാട്ടിലെ കുറെ എഴുത്തുകാരും കൂലി എഴുത്തുകാരും കവികളും സിനിമാ നടിമാരും ഒക്കെ പോയി നിന്ന് റോഡിന്റെ നടുക്ക് നിന്ന് അലറി വിളിച്ച് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കാര്യം ഞങ്ങളെപ്പോലെ ആത്മാഭിമാന ബോധമുള്ള ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, യാഥാർത്ഥ്യ ബോധമുള്ള ആൾക്കാരുണ്ട്. ഭീകരവാദം കാണിക്കുന്നവന് നല്ല പിട കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ പേരും. നിങ്ങൾ എഴുത്തുകാരൊക്കെ കൂടെ കയറി നിന്ന് മുക്കിയാൽ ഞങ്ങൾക്കൊരു ചുക്കും ഇവിടെ സംഭവിക്കില്ല. അതുപോലെ തന്നെയാണ് മാധ്യമ പ്രവർത്തകരോടും. നിങ്ങളെ എത്ര കണ്ട് കുരയ്ക്കുന്നോ, നിങ്ങൾ കുരച്ച് നിങ്ങളെ തൊണ്ടയിലെ വെള്ളം പറ്റിയിട്ടാണെങ്കിലും നിങ്ങൾ തിരിഞ്ഞു നോക്കൂ, ഇവിടെ ഞങ്ങൾക്കാർക്കും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പലസ്തീനിലെ ഹമാസ് ഭീകരവാദികൾക്ക് കിട്ടാനുള്ള അടി കിട്ടിക്കൊണ്ടേയിരിക്കും, പാകിസ്ഥാന് കൊടുക്കാനുള്ളത് കൊടുത്തുകൊണ്ടേയിരിക്കും. ഇതിലൊന്നും ഞങ്ങൾ യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ല. കാരണം യാഥാർത്ഥ്യബോധം.